നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. CPM പ്രതിരോധത്തിൽ ലൈംഗികാരോപണ കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം. തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ സ്വീകരിച്ച നിലപാടും പ്രസ്താവനയും തിരിഞ്ഞുകൊത്തുന്നു. പരാതിക്കാരില്ലാതെയും ലൈംഗികാരോപണ കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രിയുടെ നടപടിയെ പിന്തുടർന്ന് CPM നേതാവിനെതിരെ നേരത്തെ തന്നെ ഉയർന്ന ലൈംഗികാരോപണ പരാതിയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ രംഗത്ത്. പാക് അധിനിവേശ കാശ്മീരിൽ ഭീകരാക്രമണം, 2 സൈനികർ കൊല്ലപ്പെട്ടു. പാക് അധിനിവേശ കാശ്മീരിൽ പൂഞ്ച് ജില്ലയിലെ ഒരു സൈനിക ചെക്ക് പോസ്റ്റിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. അർദ്ധരാത്രിയോടെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണെന്ന് സംശയിക്കുന്നു. ആക്രമണത്തിന് ശേഷം ഭീകരർ രക്ഷപ്പെട്ടു. അവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി POKയിൽ ഭീകര സംഘടനകൾ സജീവമാണ്. ഇത് ഇന്ത്യക്കും ഭീഷണിയാണ്. ഓണാവധിക്ക് മഴ മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഓണാഘോഷങ്ങൾക്ക് മഴ തടസ്സമുണ്ടാക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സെപ്റ്റംബർ 5 മുതൽ 9 വരെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും ലഭിക്കുക. ഇത് സംബന്ധിച്ച് വിവിധ ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA MPമാർക്ക് വിരുന്ന് നൽകി. ന്യൂഡൽഹി. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA MPമാർക്ക് വിരുന്നൊരുക്കി. ഞായറാഴ്ച വൈകുന്നേരമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വിരുന്ന് നടന്നത്. NDA സഖ്യകക്ഷികളുടെ MPമാരും നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ NDAയുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.